പഹൽഗാം തീവ്രവാദം നടന്നിട്ടിപ്പോൾ 2 മാസം 3 മാസത്തോളം ആവാൻ പോകുന്നു. എന്തായാലും അന്ന് നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, പാക് രാഷ്ട്രത്തിന് ഇതിലുള്ള പങ്ക്. പുൽവാമ മുമ്പ് നടന്നപ്പോൾ നമ്മളത് പറഞ്ഞിരുന്നു. അന്ന് നമ്മൾ ഒഫീഷ്യലായിട്ടൊന്നും പാകിസ്ഥാനെ ആക്രമിച്ചിരുന്നില്ല. നമ്മൾ അതായത് തെമ്മാടി രാഷ്ട്രമെന്ന് റോക്ക് സ്റ്റേറ്റ് ഒന്നും നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നില്ല ഓപ്പണായിട്ട്. ഇത്തവണ അങ്ങനെയല്ല. നമ്മുടെ നിലപാട് പൂർണ്ണമായിട്ടും മാറ്റിയിട്ടുണ്ട്. നമ്മൾ രാജ്യമെമ്പാടും പോയിട്ട് ഇത് തെമ്മാടി രാഷ്ട്രമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനോടൊപ്പം ഇത് നമുക്ക് ഇത് നടക്കുമ്പോഴൊക്കെ നമ്മളെ എതിർത്ത് സംസാരിക്കുന്നവർ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഉണ്ടായിരുന്നവരാണെന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇതിൽ എന്താ പറയുക, നമുക്ക് സ്വരാജിനെ പോലുള്ള കേരളത്തിൽ എന്താ പറയുക, യുദ്ധ എന്താ പറയുക, പ്രതികൂലമായിട്ട് അല്ലെങ്കിൽ അനുകൂലമായിട്ടല്ല, യുദ്ധമൊക്കെ എന്തിനാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ. അതെ അതെ അതെ. സ്വരാജ് എപ്പോഴും സംസാരിക്കുന്നത് പാകിസ്ഥാന് വേണ്ടിയും ചൈനയ്ക്കും വേണ്ടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അയൽരാജ് എന്നാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം സ്വരാജ് എന്നുള്ള പേര് അദ്ദേഹത്തിന് ചേരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അത്തരത്തിലുള്ള കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ എന്താ പറയുക, ഈ കോൺഗ്രസ്സിൽ തന്നെ, പ്രതിപക്ഷത്തിൽ തന്നെ പല ആൾക്കാരും പറഞ്ഞിരുന്നത് പുൽവാമ തന്നെ മോദി ആസൂത്രണം ചെയ്തതാണ്, ഈ 40 സൈനികരെ അദ്ദേഹം കൊലയ്ക്ക് കൊടുത്തതാണ് രണ്ടാമത് ഭരണത്തിൽ വരാൻ. കാരണം ഒരു നാഷണലിസ്റ്റിക് വികാരം ഉണ്ടാക്കി അത് ഇലക്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഇവിടെ ഇതിനെയും പറഞ്ഞിരുന്നു, ബീഹാർ ഇലക്ഷനെ മുന്നിൽ കണ്ടാണ് അദ്ദേഹം ഇത് ചെയ്തതെന്നൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഹീനമായിട്ടുള്ള ഒരു ലെവലിലേക്ക് അതപ്പതിക്കുന്ന ഒരു പ്രതിപക്ഷത്തിനാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്, വെളിച്ചത്ത് വന്നിരിക്കുന്നത്. പാകിസ്ഥാന് പഹൽഗാമിലുള്ള കൃത്യമായ പങ്ക്, പാകിസ്ഥാൻ ചാരസംഘടനയായിട്ടുള്ള ISIയും ലഷ്കർ ഇ തൈബയും സംയുക്തമായിട്ട് നടത്തിയ ഒരു ആക്രമണമാണ് പഹൽഗാമിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണെന്നുള്ളത് അതിൻ്റെ എവിഡൻസസ് സഹിതം വന്നിരിക്കുന്നത് പറയുന്നത്. എന്താണ് അതിൻ്റെ വിശദാംശം? അത് ആ തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നു. ഇത് പുറത്തു വന്നതോടുകൂടി പൂർണ്ണമായിട്ടും തെളിയുകയാണ് പാകിസ്ഥാൻ തന്നെയായിരുന്നു അതിന് ചുക്കാൻ പിടിച്ചത്, പാക് ഭരണകൂടം തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ പുതിയ കാര്യമൊന്നുമല്ല, അതെ, തെളിവുകളാണ്. മാത്രമല്ല അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണ് എന്നൊക്കെയാണ് എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനുശേഷമുള്ള നമ്മുടെ നയതന്ത്രജ്ഞരെല്ലാവരും ചേർന്നിട്ട് ഓരോ രാജ്യങ്ങളിൽ പോവുകയും ഈ ഭീകരവാദത്തിനെതിരെ സംസാരിക്കുകയും ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണൊക്കെയെന്ന് പറയുകയും ചെയ്തത്. അപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മൾ സിന്ധു നദീജല കരാർ റദ്ദാക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും അവർ പറഞ്ഞു ഞങ്ങളതൊന്നും ചെയ്തിട്ടില്ല, അവരും മനഃപൂർവ്വം ഇന്ത്യ ചെയ്യുകയാണ് എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു. പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന് തന്നെ പാകിസ്ഥാന് വേണ്ടി സംസാരിച്ച കണക്കാണ് പ്രതിപക്ഷം സംസാരിച്ചതുപോലും. അപ്പൊ അവർക്കൊക്കെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു റിപ്പോർട്ടാണിത്. അതായത് പാക് നേതൃത്വത്തിന്റെ തന്നെ നിർദ്ദേശപ്രകാരം അവരുടെ ചാരസംഘടനയും ലഷ്കർ ഇ തൊയ്ബയും ചേർന്ന് നടപ്പിലാക്കിയ ആക്രമണമായിരുന്നു ഇത് എന്നുള്ളത്. അവരത് വളരെ ബോധപൂർവം ചെയ്തു എന്ന് കൂടി പറയേണ്ടി വരും. കാരണം അത് നടപ്പാക്കുന്ന സമയത്ത് ഇവരവിടെ കാശ്മീരിൽ പ്രാദേശികമായിട്ടുള്ള ഭീകരരുണ്ടാവുമല്ലോ, അവരെ ഉപയോഗിച്ചിട്ടില്ല, അവിടെയുള്ള ആളുകളെ ഉപയോഗിച്ചിട്ടില്ല. ഒരു പക്ഷേ അത് വന്നും പോവുകയൊക്കെ ചെയ്യുമ്പോൾ നോട്ടപ്പുള്ളികളായിട്ടുള്ളവരുണ്ടായിരിക്കാം. അതുകൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു വിങ്ങിനെ തന്നെ നിർത്തിക്കൊണ്ടാണ് അവരത് ചെയ്തതെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പോൾ ആക്രമണം നടപ്പാക്കിയ ഭീകരരെല്ലാവരും തന്നെ പാകിസ്ഥാനികളായിരുന്നു എന്നുകൂടി ഉന്നത വൃത്തങ്ങളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ യാതൊരു എവിഡൻസും ഇല്ലാണ്ട് ഒരു ദേശീയ മാധ്യമം അത്തരത്തിലൊരു റിപ്പോർട്ട്, പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ ദേശ സുരക്ഷയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊന്നും റിപ്പോർട്ട് കൊടുക്കില്ല. ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങളാണെങ്കിലും അവർക്ക് ചില പോളിസിക്കനുസരിച്ചാണെങ്കിൽ പോലും ആ പോളിസി എന്ന് പറയുന്നത് ഓരോ രാജ്യത്തിന്റെയും സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ളതായതുകൊണ്ട് അതനുസരിച്ചേ കൊടുക്കാനും പറ്റുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പോൾ മുംബൈ ഭീകരാക്രമണത്തിന് സമാനമായിട്ട് ഇന്ത്യ അടിമുടി ഉലച്ച ഒരു ആക്രമണമാണ് പെഹൽഗാമിൽ നടന്നത്. നിരപരാധികളായിരുന്നു. അന്നും നമുക്ക് നഷ്ടപ്പെട്ട നിരപരാധികളായ ഒരുപാട് പേരുടെ ജീവനാണ്. ഇപ്പോഴും ഈ സമയത്തും നഷ്ടപ്പെട്ടത് അത്തരത്തിൽ തന്നെ ഉള്ളവരുടെ ജീവനായിരുന്നു. അപ്പോൾ ഇവര് പദ്ധതി ഇട്ടത് അത്തരത്തിൽ നമുക്ക് അതായത് ഇന്ത്യയുടെ നെഞ്ചത്ത് കൊള്ളാൻ വേണ്ടി എന്ന് പറഞ്ഞോണമാണ്
എന്താ പറയാ, നിരപരാധികളായവരെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഭീകരർ ഇവിടേക്ക് ഇറങ്ങി വന്നത് എന്ന് നമുക്ക് പറയേണ്ടിയും വരും. ആക്രമണത്തിന് പാക് ഭീകരരെ മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയെന്ന് തീരുമാനിച്ചത് ലഷ്കർ കമാൻഡോ ആയിട്ടുള്ള സാജിദ് ജൂട്ടാണ്. ഈ സാജിദ് ജൂട്ട് എന്ന് പറയുന്ന ലഷ്കർ കമാൻഡർ, അതായത് ഭീകരവാദ കമാൻഡർക്ക് ISI ആണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കർശന നിർദ്ദേശമൊക്കെ നൽകിയിരുന്നത്. അപ്പോൾ ഓപ്പറേഷന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ കൂടിയാണ് ഇവർ നമ്മൾ പറഞ്ഞതുപോലെ കാശ്മീരി ഭീകരരെ അവിടെ ഇറക്കാതെ ഇരുന്നതും. പാക് സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോ ആയിരുന്ന സുലൈമാൻ എന്ന് പറയുന്ന ഒരാൾ, ആ ഭീകരനാണ്. സ്പെഷ്യൽ ഫോഴ്സ് എന്ന് അവർക്ക് പറയാമെങ്കിലും നമ്മളെ സംബന്ധിച്ച് അങ്ങനെ വന്ന് ചെയ്യുന്ന ഒരാൾ ഭീകരൻ തന്നെയാണ്. അപ്പോൾ ആ ഭീകരൻ തന്നെയാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയ സംഘത്തെ നയിച്ചതും. ഇയാൾക്കൊപ്പം മറ്റു 2 പാക് ഭീകരർ കൂടി ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. 2022 ജമ്മു മേഖലയിൽ കടക്കുന്നതിന് മുൻപേ സുലൈമാന് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ മുരിദ്ഗയിലെ ലഷ്കർ കേന്ദ്രത്തിൽ പരിശീലനം ലഭിച്ചിരുന്നു എന്ന് കൂടിയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഏപ്രിൽ 15 ത്രാൽ വനമേഖലയിൽ സുലൈമാൻ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ സാറ്റലൈറ്റ് ഫോൺ വിവരങ്ങളിൽ അടിസ്ഥാനമാക്കിയുള്ള വിശകലനങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് ഇയാൾ തന്നെയാണ് ഇവിടെ ആ ഒരു സംഘത്തെ തന്നെ നയിച്ചത് എന്നുള്ളതാണ്. ആക്രമണം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഈ സുലൈമാൻ എന്ന് പറയുന്നയാള് പഹൽഗാമിലെ ബൈസറൻ വാലിയിൽ ഉണ്ടായിരുന്നു. അതിനു മുമ്പേ അവിടെ വന്ന് തമ്പടിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും സ്വരുക്കൂട്ടുകയായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ 2023 പൂഞ്ചിൽ ആർമി ട്രക്കിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. ആ ഭീകരാക്രമണത്തിലും ഈ സുലൈമാൻ എന്ന് പറയുന്ന ഭീകരൻ പങ്കാളിയായിരുന്നു. അന്നത്തെ ആക്രമണത്തിൽ 5 സൈനികരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നീട് പഹൽഗാം ഭീകരാക്രമണം നടത്തുന്നത് വരെയുള്ള 2 വർഷം ഇയാൾ സജീവമായിരുന്നില്ല. ഒരുപക്ഷെ പരിശീലനങ്ങളിലായിരുന്നിരിക്കാം, മേ ബി. പഹൽഗാമിൽ ആക്രമണം നടത്തിയ മറ്റു 2 ഭീകരരുടെ വിവരങ്ങൾ ഇതുവരെ പുറത്തു വരികയും ചെയ്തിട്ടില്ല. ചില കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊന്നും പുറത്തു വിടാൻ പറ്റില്ല. ചിലർ അത്രയും സുരക്ഷയിൽ അവരെ ചോദ്യം ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതുകൂടി നമ്മൾ പുറത്തു വിട്ടിട്ട് ഈ പ്രതിപക്ഷം പറയുന്നത് പോലെ പുറത്തു വിട്ട് അവരുടെ രാജ്യത്തിനൊക്കെ എന്തിനാണ് എത്ര റഫേൽ എവിടെയെന്നൊക്കെ ചോദിച്ചു, എത്ര റഫേൽ ബാക്കിയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. അവർക്ക് അതേ ചോദിക്കാൻ പറ്റുള്ളൂ. ഇത് ഈ എന്താ പറയാ, പപ്പുമോൻ എന്ന് ഇയാളെ വെറുതെ വിളിക്കുന്നതല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് വിവരാവകാശ നിയമം പ്രകാരം പോലും നമുക്കൊരു പൗരന് അറിയാൻ പറ്റില്ല. ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ രാജ്യസുരക്ഷയുടെ പറ്റിയുള്ള വിവരങ്ങൾ അങ്ങനെ ഒരു പൗരന് അറിയാൻ സാധിക്കില്ല. അപ്പം പ്രതിപക്ഷം ഇതങ്ങ് ചോദിക്കുകയാണ്. ഇത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഇപ്പം അറിയാലോ, അദ്ദേഹത്തിൻ്റെ ക്യാപ്സൂൾ എഴുതി കൊടുക്കുന്ന ആരാണെന്ന് അറിയാലോ, KC വേണുഗോപാൽ. അതനുസരിച്ചിട്ടുള്ള പ്രവൃത്തിയേ ഉണ്ടാവുള്ളൂ. പിന്നെ സ്വയം ചിന്തിച്ച് ചെയ്യാനുള്ള ഒരു ശേഷി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കാരണം ഇതൊരു ഇപ്പോൾ ഒരുപാട് മാറി എന്നൊക്കെ പറയുമ്പോഴും നേരത്തെ വിജയ് പറഞ്ഞതുപോലെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം നമുക്ക് തുറന്നു പറയാൻ പറ്റില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഒരാളാണ് ആ സ്ഥാനത്തിരിക്കുന്നത് സഭയിൽ എന്നുള്ളത് കൂടി നമ്മൾ എന്തായാലും ഇതിൽ കണക്ട് ചെയ്ത് എനിക്ക് സംസാരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം രാഹുൽ ഗാന്ധി അന്ന് ഇത്രയും റഫേലിൻ്റെ ഒരു ഇത് തന്നെ ഒരു സ്കാം ആണെന്നുള്ള രീതിയിലൊക്കെ അന്ന് റഫേൽ വിമാനം നമ്മൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ സമയത്ത് അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു സ്കാം ആണ് എന്നൊക്കെ ഉള്ള രീതിയിൽ. പക്ഷെ അതൊന്നും സുപ്രീം കോടതിയിൽ വില പോയില്ല. അത് പിന്നീട് റഫേൽ വിമാനങ്ങളുടെ മികവ് നമ്മൾ കണ്ടതുമാണ്. റഫേൽ വിമാനം തകർന്നു വീണു എന്നൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഈ ഫ്രഞ്ച് അതോറിറ്റീസ് അതുവരെ കൺഫേം ചെയ്തിട്ടില്ല. അവർ ഇപ്പോഴും പറയുന്നുണ്ട് ഒരു യുദ്ധത്തിൽ ഒരു റഫേൽ വിമാനവും തകർന്നു വീണിട്ടില്ല. ഇന്ത്യയിൽ തകർന്നു വീണിട്ടുണ്ട്. എപ്പോഴാണ്? പരിശീലന സമയത്ത്. പരിശീലനത്തിന് അതിന് പോകാൻ പറ്റുന്നതിനേക്കാൾ മുകളിലെ ഉയരങ്ങളിൽ പറന്നപ്പോൾ അത് തകർന്നു വീണിട്ടുണ്ട്. പക്ഷേ ഒരു യുദ്ധത്തിൽ തകർന്നു വീണിട്ടില്ല എന്ന് കൃത്യമായി ഫ്രഞ്ച് അതോറിറ്റീസ് ഇപ്പോഴും പറയുന്നുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് മറ്റൊരു കാര്യം കൂടി നടന്നിരുന്നു. ഈ അമേരിക്കയിലെ ഒരു വിദഗ്ധൻ പറഞ്ഞിരുന്നു, എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ വേർഡ്സ് കൃത്യമായിട്ട് മലയാളത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഡിസെപ്റ്റീവ് മെത്തേഡ്, അല്ലെങ്കിൽ അതായത് ഏറ്റവും എന്താ പറയുക ഒരു സമർത്ഥമായ ഒരു പറ്റിക്കൽ ആയിരുന്നു ഇന്ത്യ പാകിസ്ഥാന് ചെയ്തതെന്ന് പറയാം. അതായത് ഈ റഫേലിൽ ഒരു പ്രത്യേക ഒരു ഘടന ഒരു പാർട്ട് ഘടിപ്പിക്കുകയും
അതാണ് അവിടെ പാകിസ്ഥാനിൽ തകർന്നു വീഴുന്നത്. കാരണം ഇവർ ഇമേജസ് ഒക്കെ കാണിച്ചു റഫേൽ തകർന്നു വീഴുന്നു എന്നൊക്കെ, അതൊക്കെ കംപ്ലീറ്റ് ചീറ്റിപ്പോയി. ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ അവർക്ക് കാണിക്കാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഈ ഘടിപ്പിച്ചിരുന്ന ഈ ഒരു കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഇതിനെയാണ് ഇതേ ഫ്രീക്വൻസി തന്നെയാണ് ഈ ഒരു പ്രത്യേക പാർട്ടും എമിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവർ അടിച്ചപ്പോൾ ഈ ഒരു സാധനത്തിനെ അടിക്കുകയും അതാണ് അവിടെ തകർന്നു വീഴുകയും ചെയ്തിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വലിയ ഒരു മുൻകരുതലോടെയാണ് റഫേലും കൊണ്ട് അങ്ങോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവർക്കൊന്നും തെളിവുകൾ. പാകിസ്ഥാനിൽ വീണ റഫേലിൻ്റെ ഫോട്ടോ പാകിസ്ഥാന് കാണിക്കാൻ പറ്റണ്ടേ? അതില്ല. അവരുടെ വിദേശകാര്യ മന്ത്രി പറഞ്ഞത് എന്താണ്? ഇറ്റ് ഈസ് ഓൾ ഇൻ ദ സോഷ്യൽ മീഡിയ എന്ന്. അതായത് എല്ലാ സോഷ്യൽ മീഡിയയിലുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഒരു രാജ്യത്തിൻ്റെ വിദേശകാര്യ മന്ത്രി പറയണം. നമ്മളിവിടെ സാറ്റലൈറ്റ് ഫോട്ടോസാണ് കാണിക്കുന്നത്. അപ്പം എന്തായാലും അത് ഇപ്പോൾ വന്നിരിക്കുന്ന അമേരിക്കയിലെ വ്യോമ വിദഗ്ധരാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്, ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഡിസെപ്റ്റീവ് മെത്തേഡെന്ന്. അപ്പോൾ അത് രാഹുൽ ഗാന്ധിക്ക് ഒരു ഏറ്റവും വലിയൊരു ചെരുപ്പടിയും കൂടെയാണ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വായിക്കാം. ശരിയാ, അതങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ, ഈ പഹൽഗാം വരെ ഭീകരാക്രമണം വരെയുള്ള 2 വർഷം ഇയാളെ കണ്ടിരുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. പഹൽഗാമിൽ ആക്രമണം നടത്തിയ മറ്റു 2 ഭീകരരുടെ വിവരങ്ങളും ഇതുവരെ പുറത്തു വന്നില്ല. അതിനുശേഷം പഹൽഗാം ആക്രമണത്തിൽ പാക് ഭീകരരായിട്ടുള്ള ഹാഷിം മൂസ, അലി ബായ് എന്നിവരുടെ പങ്കിനെക്കുറിച്ച് നേരത്തെ ജമ്മു കാശ്മീർ പോലീസിന് ഒരു സംശയം ഉണ്ടായിരുന്നുവെങ്കിൽ നിലവിൽ സ്ഥിരീകരിക്കാനായത് ഈ സുലൈമാനെ കുറിച്ചുള്ള വിവരം കിട്ടുമ്പോഴാണ്. അത് കണക്ട് ചെയ്യാനായിട്ട് ഒരു ഇത് വേണമല്ലോ. അതല്ലാതെ പോലീസിനാണെങ്കിലും വെറുതെ കയറി അങ്ങ് അറസ്റ്റ് ചെയ്യാനും എന്തൊരു ഇതിന്റെ ബേസിലാണ് അവർക്കത് ചെയ്യാൻ കഴിയുക. അപ്പോൾ ഈ വിവരം കിട്ടിയെങ്കിലും സുലൈമാനെ കുറിച്ചുള്ള വിവരം കിട്ടിയതോടു കൂടിയാണ് അവർക്കത് കണക്ട് ചെയ്യാനും ഇത് സ്ഥിരീകരിക്കാനും ഒക്കെ കഴിയുന്നത്. കാശ്മീരിൽ നിന്നുള്ള ഭീകരരായിട്ടുള്ള ആദിൽ ഹുസൈൻ തോക്കർ ആക്രമണത്തിന് ആവശ്യമായ സഹായം ചെയ്തു കൊടുത്തുവെന്ന വിവരത്തിനും സ്ഥിരീകരണം ഇതുവരെ ആയിട്ടില്ല എന്നാണ് പറയുന്നത്. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം ദേശീയ അന്വേഷണ ഏജൻസി നാട്ടുകാരായിട്ടുള്ള പർവൈസ് അഹമ്മദ് ജോത്തർ, ബഷീർ അഹമ്മദ് ജോത്തർ എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് അവർ ചെയ്തത് പ്രതിഫലവും കൈപ്പറ്റിയിട്ട് ഭീകരർക്ക് ഒളിയിടവും ഭക്ഷണവും ഒക്കെ ഒരുക്കിയിരുന്നു എന്നാണ് പറയുന്നത്. ആക്രമണ പദ്ധതിയെക്കുറിച്ച് ഇവർക്ക് വിവരമുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ അത് കിട്ടിയില്ല എന്ന് പറയുമ്പോഴും ഭീകരന്മാർക്ക് പൈസ വാങ്ങി സഹായം ചെയ്തു കൊടുത്തു എന്ന് പറയുന്നതും ദേശവിരുദ്ധ പ്രവർത്തനം തന്നെയായിട്ടേ നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. എന്തായാലും പാക് നേതൃത്വത്തിന് കൈകഴുകി മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ റിപ്പോർട്ട് വഴി വ്യക്തമാകുന്നത്. അവിടുത്തെ പൊളിറ്റിക്കലായാലും ആർമി ലീഡർഷിപ്പ് ആയാലും ഭീകരതയ്ക്ക് കുടപിടിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് അസിം മുനീറാണ് ഉള്ളത്. അസിം മുനീർ അവിടെ ഒരു അട്ടിമറി ഭരണം കൊണ്ടുവരാനുള്ള നീക്കത്തിൽ കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ജാഗ്രതയോടെ ഇരിക്കേണ്ടിയും വരും.